പക്ഷേ നമ്മളെ കയ്യിൽ ഇത് നല്ലതാണെന്നുള്ള ഒരു 100% ഒരു വിശ്വാസം ഇതുണ്ടാകുമ്പോൾ പിന്നെ ഇതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ കയറും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വളർച്ച. എത്ര വലിയ ആൾ വന്ന് ഇതിനെ വേണ്ട എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ അതായത് അധിക്ഷേപം പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും മലയിലേക്ക് കല്ലേറിയും പോലെ ആയിരിക്കും. ആ ലെവലിലുള്ള ഒരു രൂഢമൂലമായ വിശ്വാസമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഈ ബിസിനസ് കയറും. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ. ഏതായാലും ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്താം. മേഡം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ചേറൂർ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കാറുള്ളത്. ചേറൂർ സാർ എന്ന് ഇങ്ങനെ വിളിക്കും. എൻ്റെ നാട് ചില ലീഡേഴ്സൊക്കെ വിളിച്ചിട്ട് പറയും എന്താ ഈ പേര് കിട്ടാൻ കാരണം. ഞാനൊരു തികച്ചും സാധാരണക്കാരനാണ്. എന്നെ സംബന്ധിച്ച് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ കാലത്ത് അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ എന്താ പറയുക നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് രണ്ട് തലയും കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകാനോ അല്ലാത്ത പ്രയാസമുള്ള സമയത്ത് അന്ന് നമുക്കൊക്കെ അറിയാം ഒരു 10-20 കൊല്ലം 10-30 കൊല്ലമൊക്കെ മുമ്പ് അല്ലെങ്കിൽ 40 കൊല്ലമൊക്കെ മുമ്പ് ഇവിടെ പഠനത്തിനൊന്നും കാര്യമായിട്ട് ആരും വലിയ സ്ഥാനം കൊടുക്കാറില്ല. അവരവരുടെ വയറ് നിറക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരാണ് അന്ന് ഏറ്റവും വലിയ സംഭവം നടത്തുന്ന ആളുകൾ. ഈ കാലത്ത് അത് നേരെ മറിച്ചായി മാറിയതാണ്. പക്ഷെ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പഠിക്കാനോ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിലേറെ പഠിക്കുമായിരുന്നു. അന്ന് അതുകൊണ്ട് പുസ്തകത്തിന് പോലും കാശില്ലാത്ത ഒരു കാലമായിരുന്നു. പുസ്തകം ചോദിക്കുമ്പോൾ പാപ്പാൻ്റെ അടുത്ത് നല്ല അടി കിട്ടും. അപ്പോൾ പറയും അടുത്തുള്ള കുട്ടീൻ്റെ ബുക്ക് നോക്കിയിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ കയറി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാഭ്യാസമൊന്നും നേടാനോ ഒന്നും കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ നാട് വിട്ട് പറഞ്ഞയച്ച് മഹാരാഷ്ട്രയിലായിരുന്നു. അവിടുന്ന് ഏകദേശം പാസ്പോർട്ട് എടുക്കാൻ സമയപ്പോൾ നാട്ടിൽ വന്ന് നാട്ടിൽ ജോലി തുടങ്ങി. പാസ്പോർട്ട് ഏകദേശം ഒരു 20 വയസ്സിലാണ് ഗൾഫ് പോകേണ്ടത്. അപ്പോൾ 18 വയസ്സായപ്പോൾ 21 വയസ്സ് 3 വയസ്സ് കൂട്ടിയിട്ടിട്ട് പാസ്പോർട്ട് എടുത്ത്. അന്നൊക്കെ അതൊക്കെ നടക്കും. ഇന്ന് അതൊന്നും നടക്കില്ല. കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലല്ലേ. എനിക്കെൻ്റെ പാസ്പോർട്ടിൽ 21 വയസ്സ് 3 വയസ്സ് കൂടുതലാണ്. അങ്ങനെ എടുത്തിട്ടാണ് ഗൾഫ് പോയത്. ഗൾഫിൽ പോയി പിന്നെ ഏകദേശം ഒരു 20-27 വർഷം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ എക്സിറ്റ് അടിച്ചത് അതൊന്ന് നിർത്തിപ്പോന്നതാണ് ഇങ്ങനെയാണ് വന്നത്. കാരണം അത്യാവശ്യം നല്ല ശരിക്കും ക്ഷീണിച്ച് ഇവിടുന്ന് ഗൾഫിൽ പോകുന്ന സമയത്ത് തന്നെ ശരിക്കും ശരീരമൊക്കെ ജോലി ചെയ്ത് പറ്റ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. ഗൾഫിൽ ചെന്ന് കിട്ടിയതും നല്ല ക്ഷീണമുള്ള ജോലിയാണ്. അവിടുന്ന് തിരിച്ച് പിന്നെ വന്നപ്പോഴേക്കും നല്ല രോഗമായിട്ടുണ്ടായിരുന്നു. കയ്യിൻ്റെ കാലിനൊക്കെ വേദനയും കടച്ചിലും. ഇവിടെ വന്ന് അതൊക്കെ മാറി നല്ല സന്തോഷമായി നിൽക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നോക്കണം എന്നുള്ളതിലേക്ക് ഒരു ഫ്ലോർ മില്ല് തുടങ്ങി. ഇത് ഉദ്ഘാടനത്തിന്റെ 2 ദിവസം മുമ്പാണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് നേരത്തെ മേഡം പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹത്തിന്റെ മകൾക്കുണ്ടായ ഒരു സന്തോഷത്തിന്റെ വിവരം എന്നിൽ അറിയിക്കുന്നത്. നമ്മളെ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആയ വുമൺ കമ്പാനിയൻ എന്ന ഒരു പ്രോഡക്റ്റിലൂടെയാണ് ഞാൻ ഈ ബിസിനസ് അവസരത്തിലേക്ക് എത്തുന്നത്. ഒരിക്കലും ബിസിനസ് എന്നുള്ളവർക്കോ ഇതിനെപ്പറ്റി ഒരു അറിവും എന്നെ സംബന്ധിച്ചില്ലായിരുന്നു. പിന്നെ അനുഭവത്തിലൂടെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നതും എല്ലാം നമുക്ക് കിട്ടുന്നതും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് എൻ്റെ ഭാര്യയ്ക്ക് 2-3 മാസം ഞാൻ ശരിക്കും ചികിത്സിച്ചിരുന്ന ആ ഒരു പ്രയാസം ഒറ്റ മാസം കൊണ്ട് സുഖമായപ്പോൾ നമ്മൾ പറയാതെ തന്നെ അത് സ്പ്രെഡ് ആകാൻ തുടങ്ങി. ശരിക്കും ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ കയറി വന്നപ്പോൾ ലീഡേഴ്സ് ഇത് ആരാണ് ശരിക്കും ഈ ബിസിനസ് ഗൗരവമായിട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നോക്കിയിരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട നമ്മളെ ലീഡേഴ്സാണ് ഉമർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അന്നൊന്നും ഉമർ ഉസ്താദ് എന്നെ പോലെ തന്നെയാണ്. അദ്ദേഹം പുറത്തൊന്നും പോകൂല, ഒന്നും ചെയ്യൂല, അവിടെ വന്ന് വാങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുക, അങ്ങനെ ഒരു ലെവലായിരുന്നു. അതെന്നെ എന്നെയും പഠിപ്പിച്ചത്. പക്ഷേ അതിൻ്റെ മുകളിലുള്ള ലീഡർമാർ പ്രിയപ്പെട്ട റമീസ് സാറും അയ്യൂബ് സാർ അതുപോലെ ഷാഹിർ സാർ ഇവർ 4 പേര് ഒരുമിച്ച് വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ചെയ്യുന്ന അതേ പണി തന്നെ ചെയ്താൽ മതി, പക്ഷെ അതിന് ഒരു കാര്യം കൂടി ചെയ്യണം, ഞാനൊരു രജിസ്ട്രേഷൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്തു തന്നു. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കാരണം എൻ്റെ വീട്ടിലല്ലേ വന്നത് അവർ. അപ്പോൾ എന്നോട് വരുന്ന സമയത്ത് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ ഒരു 5-6 പേര് അവിടെ നിങ്ങൾ റെഡിയാക്കി നിർത്തിയാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തിനപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ
വരുന്നത്. ഏതായാലും 2-3-4 സുഹൃത്തുക്കളോട് കാര്യങ്ങൾ പറഞ്ഞ ആ 2 സുഹൃത്തുക്കൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ അവർക്ക് ചായ കൊടുക്കാനും വെള്ളം കൊടുക്കാനായിട്ട് ഇങ്ങനെ അവരെ ഒരു എന്താ പറയാ ഒരു സർവീസ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു. എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് ഒന്നും വല്ല കച്ചവടം നല്ലോണം നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് പഠിച്ചത്. ഇത് പഠിപ്പിച്ചു തന്ന് എൻ്റെ കൂടെ ഉള്ളവർ പഠിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. ആദ്യമായിട്ട് ഏകദേശം കാര്യം തിരിഞ്ഞപ്പോൾ പിന്നെ ഇത് ചെറുതല്ല എന്ന് മനസ്സിലായപ്പോൾ 3 പേരും കൂടി പാർട്ട്ണർഷിപ്പിൽ 1,43,000 രൂപയുടെ സാധനം ഇറക്കി. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. ആ ഒരു തുടങ്ങലായിരുന്നു അത്. തിരിഞ്ഞു നോക്കാതെ തുടങ്ങൽ. 13 മാസം കൊണ്ട് STC റാങ്കിലെത്തി. അങ്ങനെ കയറി വന്നതാ. പിന്നെയാണ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴാണ് ഇത് സംഗതി വിചാരിച്ച പോലെയല്ല എന്ന് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് കിട്ടിയ അറിവുകളും നമുക്ക് കിട്ടിയ സന്തോഷങ്ങളും നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കണം. ഇതിനാണ് നിങ്ങൾ എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. അത് കൂടുതലൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിജയിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇതിൽ വരേണ്ടത്. ആരും പുതിയതായിട്ട് ആരും ഉണ്ടാവില്ല ഇതിൽ. എല്ലാവരും കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ആയിരിക്കും. ഇന്ന് ജോയിൻ ചെയ്തവരൊന്നും ഇതിലുണ്ടാവില്ല. പക്ഷേ ഓരോ ലീഡേഴ്സിനും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഓരോ ജീവിതത്തിൽ. അവരുടെ ജീവിതത്തിൽ ഒരാൾക്ക് ഒന്നാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊന്നായിരിക്കും. ഓരോരുത്തരും വിജയത്തിന്റെ പിന്നിൽ പല സ്വഭാവത്തിലുള്ള സംഭവങ്ങളായിരിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഉമർ ഉസ്താദ്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ, ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്നതാണോ ഉമർ ഉസ്താദെ, ഇത് ഭാര്യക്ക് കൊടുത്താൽ പറ്റുമോ? നമ്മളെ ഭാര്യമാര്, നമ്മളെ മക്കള്, അതുപോലെ നമ്മളെ അച്ഛനമ്മമാര്, ഇവരൊക്കെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ എത്ര പ്രിയപ്പെട്ട സുഹൃത്തായാലും അവരെക്കാളിലൊക്കെ മേളിലായിരിക്കും നമ്മളെ മനസ്സിനുള്ളിൽ ഇവർക്കുള്ള സ്ഥാനം. അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു സുഹൃത്ത് പറയാണ് ഇത് കഴിച്ചാൽ നല്ല സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ ആ സുഹൃത്തിലുള്ള അഭേദ്യമായ വിശ്വാസം, അതാണ് നമുക്ക് ഇതിലെത്താനുള്ള കാരണം. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെ. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞ്, നിങ്ങളെ മകൾക്ക് സുഖപ്പെട്ടെങ്കിൽ അതിങ്ങോട്ട് അയച്ചോളൂ. കാരണം നിങ്ങളെ മകളും എൻ്റെ ഭാര്യയൊന്നും പുറത്തല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും നോക്കില്ല. 3 പാക്കറ്റ് വുമൺ കമ്പാനിയൻ വന്നൂർ ഭാഗത്ത് നിന്ന് വേങ്ങരക്ക് കൊറിയർ അയച്ചിരുന്നു. ഇത് കഴിച്ചതാണ് എന്നെ ഈ ബിസിനസ്. അപ്പം വിശ്വാസത്തിനാണ് ഞാൻ കാര്യം പറയുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം, ഏതൊരു വ്യക്തി ആയാലും, ഒരു പക്ഷേ ആ വ്യക്തി നമ്മളടുത്ത് പറയുന്നത് നമ്മളെ പറ്റിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും ശരിപ്പെടുത്താനായിരിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ച് മുന്നേറുക. ഒരു പക്ഷേ അങ്ങനെയാണത്. അത് നമ്മളെയും ആ വ്യക്തി കളവ് പറയുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ആരെന്ത് പറ്റിക്കാൻ പറഞ്ഞാലും പറ്റിച്ചാലും അങ്ങനെ അങ്ങോട്ട് പോയി ചാടി പടുകുഴി ചാടൊന്നുമില്ല. കാരണം നമ്മളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പോ വിശ്വാസം അത് എന്ത് വന്നാലും നമ്മൾ ഉള്ളിൽ ശരിക്കും വേണം. എന്ത് പറഞ്ഞാൽ ചില വ്യക്തികൾക്ക്, ചില ആളുകളെ കാണാൻ നമുക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും ഒരു തർക്കുത്തരം പറയാനുണ്ടാവും. 3 വിധത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ 3 തരക്കാരുണ്ട്. ഒന്ന്, ഒരു ഊഹം വെച്ച് നമ്മളടുത്ത് വരും. ചില ആളുകൾ ഊഹം വെച്ച് എന്താണ് അവന്റെ പരിപാടി, ഒന്ന് നോക്കാം നമുക്ക് എന്ന്. അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ എങ്ങാനും പോയി നോക്കുക, ശരിയാണെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. ഇങ്ങനെ മാത്രം ചിന്തിച്ചു വരുന്ന വ്യക്തികളുണ്ടാവും. ഇവര് സക്സസ് ആയി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ആവും. പക്ഷെ രണ്ടാമത്തെ ഒരു ടീമുണ്ട്. ഈ ടീം എന്ത് പറഞ്ഞാലും അവനെ തർക്കിച്ച് തോൽപ്പിക്കണം എന്നുള്ള ചിന്താഗതിക്കാരനായിരിക്കും. നമ്മൾ എത്ര നല്ലത് പറഞ്ഞാലും ആയുഷിന് അംഗീകാരമുള്ളതാണ്, അതുപോലെ പുറപ്പെട്ട ഭാര്യക്ക് മാറിയതാണ്, ഒരു സംഭവം അവരുടെ ഉള്ളിലേക്ക് വരില്ല. എന്ത് പറഞ്ഞാലും ഒരു ഇളിഞ്ഞ ചിരിയും ചിരിച്ചിട്ട് അവർ കേട്ട് നിൽക്കും. എന്നിട്ട് കളിയാക്കിയിട്ട് മറ്റുള്ള ആളോട് പോയി ഇത് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി വെക്കും. എന്നാൽ മൂന്നാമത്തെ ഒരാളുണ്ട്, മൂന്നാമത്തെ ഒരു ടീമുണ്ട്. ഇവര് 100% മനസ്സിനുള്ളിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കും. അവരോട് നമ്മൾ കൂടുതലൊന്നും തലട്ടടിക്കേണ്ട വേണ്ടിയിട്ടില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എനിക്ക് സുഖപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോഴേക്കും അത് എനിക്കും വേണമെന്ന് അവർ പറയാം. അത് ഹൃദയബന്ധമുള്ളവർ തമ്മിലുള്ള സംഭവമാണ്. ഇതാണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് എന്നിലേക്ക് തന്നപ്പോൾ
ഞാൻ ചിന്തിച്ചത് അത് മാത്രമേ ഉള്ളൂ. കാരണം ഉമർസ്ഥാന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് കാലം ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരമാവധി എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് സമയവും അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ആദ്യം കൊണ്ടുവന്നതിൽ എന്നെ വിശ്വസിച്ച ഒരു വ്യക്തി എന്നുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ 5 ആർട്ടിസ്റ്റുമാരുണ്ട്. ഞങ്ങൾ ഈ 5 ആർട്ടിസ്റ്റുമാരും ഇത് അദ്ദേഹം പടുത്തുയർത്തിയ ആ ഒരു സ്റ്റെപ്പ് റൂളാണ്. കറക്റ്റ് വന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ധാരാനുസ്ഥാനങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം വലിയ ലീഡറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏകദേശം 1 വർഷക്കാലം ഉമർസ്ഥാദ് വയ്യാതെ നടന്നിട്ടുണ്ട്. വിശ്വസിക്കില്ലായിരുന്നു. കാരണം ധാരാനുസ്ഥാന്റെ ധാരണ വലിയൊരു നല്ലൊരു ഇവരെ ഞാൻ വിട്ടേക്കളാം. ശരി, റെഡി ആക്കിയിട്ടുണ്ട് സജി സാറെ, അവരെ ഞാൻ തന്നെ വിട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതെ സാർ. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആത്മാർത്ഥമായിട്ട് മുന്നേറിയാൽ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന കണ്ടന്റ് അതാണ്. എനിക്ക് കുറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സജീഷ് സാറിനെ പോലത്തെ, ശോഭ മേഡത്തിനെ പോലത്തെ വലിയ വലിയ വ്യക്തിത്വങ്ങൾ, അതുപോലെ നമ്മൾ മുഹമ്മദ് സാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്, ഷംന മേഡം ഉണ്ട്, ഇങ്ങനെ കുറേ വ്യക്തികൾ വീഡിയോയിൽ വന്ന വ്യക്തികളല്ലാത്തവരുമായിട്ടുള്ള പലവർക്കും പല കാര്യകാരണങ്ങൾ ഉണ്ടാവും വീഡിയോയിൽ വരാതിരിക്കാൻ. അപ്പോൾ വീഡിയോയിൽ വരല് ഒരു സന്തോഷാട്ടോ, അത് വേറെ. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ വാതിലടച്ചിട്ട് ഹലോ എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചാൽ പുറത്തുള്ള ആളിങ്ങനെ നോക്കിക്കോളാം, ആരാ സംസാരിച്ച ഇയാൾ പോലെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ വീഡിയോയിലൊക്കെ വരുമ്പോൾ അതിന് തയ്യാറായിട്ട് ഇരിക്കുക എന്നൊക്കെ തോന്നിപ്പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. ഈ ഒരു കമ്പനിയിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോട് കൂടി പോന്നാൽ അവിടേക്കാണ് വരുന്നത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. ബന്ധം എന്ന് പറയുന്ന സംഗതിക്ക് വലിയ അർത്ഥമുണ്ട്. ഒരു ബന്ധുവാണെങ്കിൽ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത ഒരു മീറ്റിങ്ങിൽ വെച്ച് കാണുന്നതോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു ഫോൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ പരസ്പരം അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റിന്റെ സമയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പ്രത്യേകം നിറഞ്ഞു വന്ന ഒരു വികാരമുണ്ട്. അത് ഈ ഒരു കമ്പനിയിൽ നിന്ന് ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് ഈ ഒരു കമ്പനിയിൽ നിന്ന് മാത്രം കിട്ടുന്ന പ്രത്യേകത. ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു സംഭവമാണ് ഈ സ്നേഹബന്ധങ്ങൾ. പരസ്പരം എല്ലാവരും അവരവരുടെ സ്വന്തം കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഒരു ഉമ്മ പെറ്റ മക്കളാവട്ടെ, അവരവരെ കാര്യം കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളെ കമ്പനീൻ്റെ ഒരു പ്രത്യേകത. കൂടെ വന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണങ്ങളും അത് തന്നെ ഇതിൻ്റെ അടിസ്ഥാനമാണ്. പിന്നെ കമ്പനി നമ്മളെ വളർത്തിയെടുക്കുന്ന ഒരു രൂപം എല്ലാവർക്കും അറിയാം. എന്താ പറയാ, ഒരു വല്ലാത്തൊരു എല്ലാ ലെവലിലും ഒരു മനുഷ്യന് ശരിക്കും ജീവിക്കാൻ സന്തോഷത്തോടു കൂടി, അതുപോലെ സ്നേഹത്തോടു കൂടി, കളവ് പറയാതെ ഇതുപോലത്തെ ജീവിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ കമ്പനി. ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്. കാരണം ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹം അവരിപ്പോ നമ്മളെ കൂടെ വന്ന ആളുകളല്ലെങ്കിൽ പോലും നമുക്ക് അവർ ഈ ഒരു ബിസിനസ്സിലൂടെ എന്ത് സഹായം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെയാണ് നമ്മുടെ സ്വന്തം അമ്മ പ്രസവിച്ച ഒരു സഹോദരനാണെങ്കിൽ പോലും നമ്മൾ ഇന്നൊരു ബിസിനസ് അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടം ചെയ്യാൻ നമ്മളെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏരിയയിൽ അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ ഏതെങ്കിലും റൂം എടുത്ത് ഇതേ കച്ചവടം സ്വന്തം സഹോദരൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏത് നിലക്കാണ് അതിനെ തകർക്കാൻ നോക്കുക എന്നുള്ളത് നമ്മൾ ശ്രമിക്കുക. അവിടെ ബന്ധത്തിന് വിള്ളൽ വരികയാണ്. കാരണം ഇവൻ ഇവിടെ വെച്ച് ഇത് ചെയ്ത് എന്നെ ഈ പരുവത്തിലാക്കാനല്ലേ എന്ന് ചിന്ത വരികയാണ്. ഈ ഒരു മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ മാത്രമുള്ള പ്രത്യേകത. ഇപ്പോ നിങ്ങളെ നാട്ടിലാണ് എൻ്റെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ, എൻ്റെ കൂടെ വന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിളിച്ചു പറയുകയാണ് അവിടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്, എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതേ സിസ്റ്റം തന്നെയാണ് എനിക്കും നിങ്ങളോടുണ്ടാവുക. ഇത് ഞാൻ എന്തിനു കൊടുക്കണം, എനിക്ക് എന്ത് കാര്യം എന്ന ചിന്ത ഈ ബിസിനസ്സിൽ വരില്ല. ഈ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധങ്ങൾ കിട്ടാൻ നമുക്ക് ആകെ വേണ്ടത്, പ്രിയപ്പെട്ട ഈ കൂടിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ കമ്പനിയിലുള്ള ഈ കൂട്ടായ്മയിൽ കൂടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് രാവിലത്തെ മോർണിംഗ് മീറ്റ്, ഇതുപോലത്തെ മോർണിംഗ് മീറ്റുകളിൽ
പല കാരണങ്ങളുണ്ടാവും. മനുഷ്യനല്ലേ, നമുക്ക് രാവിലെ എണീറ്റ് വരാനും അതുപോലെ തന്നെ വീട്ടിൽ പല ചുറ്റുപാടുകളും തിരക്കൊക്കെ ഉണ്ടാവും. മാറ്റി വെച്ച് വരലാണ് നമ്മൾ വിജയത്തിന്റെ കാര്യം. ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ ഒന്നാണ് നിർത്തിയിട്ട് ഇതിലേക്ക് ഹൃദയം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളും അതുപോലെ സ്നേഹങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് കമ്പനി വെച്ച ഏറ്റവും വലിയൊരു മാർഗമാണ് ഈ സംഭവം. അതായത് കമ്പനിന്റെ മീറ്റിങ്ങുകൾ, അതിൽ നടക്കുന്ന ഓരോരോ മീറ്റിങ്ങുകളും അത് എവിടെ ഉണ്ടോ അവിടെ ഒക്കെ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് മുമ്പ് നമ്മളെ ഉള്ളിൽ നമ്മൾ നിറക്കുക, പരമാവധി നിറഞ്ഞു. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ തൊട്ട കരണ്ട് പിടിക്കും. നിങ്ങൾ കേട്ടില്ലേ, നല്ല പവറുള്ള സ്ഥലത്ത് പോയി കൈ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആവണം നമ്മൾ. ഏതൊരു വ്യക്തിയുടെ മുന്നിൽ ചെന്നാലും നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള കഴിവും അതിന് നമ്മൾ എന്നാവുന്നോ അന്നേ നമ്മൾ മീറ്റിംഗ് നിർത്താവും. ഈ ഈ 84 പേര് വന്നിട്ടുണ്ട്. ഈ 84 ആളുകളും അതിന് തക്കതായ ആളുകളാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തിയാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇനി ഒരു GTSനും പോകണ്ട, ഒരു മീറ്റിങ്ങിനും കയറണ്ട. കാരണം ഫുൾ തികഞ്ഞിരിക്കുന്നവരായിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ല. കാരണം മുബീൻ മുഹമ്മദ് സാർ പോലും പറഞ്ഞു, ഞാൻ ഇന്നും ഇനി എൻ്റെ പാസീവ് ഇൻകത്തിനുള്ള ആളെ തിരഞ്ഞെടുക്കാന്ന്. മൂപ്പര് വരുമാനമൊക്കെ മൂപ്പര് പറയുന്നുണ്ട്, 1 കോടിയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മൂപ്പര് പറയുന്നത്, അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പാസീവ് ഇൻകം കിട്ടാവുന്ന വ്യക്തി ജനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എപ്പോഴും നോക്കി നടക്കുക, അദ്ദേഹം തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അറിവുള്ള ആളുകൾ അറിയുന്നത്തോളം കൂടുതൽ അറിവ് നേടാനും അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം പഠിച്ച് ഇങ്ങനെ നിഷ്ക്രിയരായി നിന്നാൽ ഈ ഒരു ബിസിനസ് അവസരം ഓക്കെ. അദ്ദേഹം അറിയാതെ എന്താണ് സാറിലെ, കുഴപ്പമില്ല, അത് നമുക്കൊക്കെ ഉണ്ടായിരുന്നാണ് മുമ്പ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് കൂടിയ ആളുകളോട്, ഒരു വലിയ ക്ലാസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കണ്ട, ഒന്നും എനിക്ക് പറയാനുണ്ടാവില്ല. എങ്കിലും മനുഷ്യനായി, നല്ലൊരു മനുഷ്യനായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ് അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് 100% ഉള്ളിൽ നമ്മൾ വെച്ചിട്ട് മുന്നേറി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കൂടെ വരുന്ന ഒരു വ്യക്തി, ഞാൻ പറയാം, നമ്മളെ കൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി എത്ര രണ്ട് പേര് നമ്മളെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും അങ്ങനെ വന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിക്കാൻ എന്നുള്ളതിൽ നിന്ന് മാറി ഈ ഒരു വ്യക്തി എന്നെ കണ്ടിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള നിലക്ക് അങ്ങോട്ട് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കാനും സഹായിക്കാനും തുനിയുമ്പോൾ നമ്മളെ പടച്ച ദൈവത്തിൽ നിന്ന് നമുക്ക് സഹായം കിട്ടാൻ തോന്നും. ഇതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ ഈ ലോകത്ത് മനുഷ്യ മനസ്സുകളിൽ കയറിയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ ഒരു ചീത്ത പറച്ചിലോ അല്ലെങ്കിൽ ദ്രോഹിക്കലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ഏത് ഭാഗത്തു നിന്ന് കാണുമ്പോഴും ഈ ഇത് അനുഭവിച്ച വ്യക്തിക്ക് മറക്കാൻ കഴിയില്ല. അത് സത്യമുള്ള കാര്യമില്ല. എത്ര ചെറുപ്പത്തിൽ സംഭവിച്ചാണെങ്കിലും അയാളെ കാണുമ്പോൾ ആദ്യം ആ ഒരു ചിന്ത വരും. നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഹായമോ നമ്മൾ ഹൃദയം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ജീവിതകാലത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. എന്ന് കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും ആ ഒരു സംഭവം. ഈ ഒരു സംഭവം നമ്മൾ ഓർക്കുന്നിടത്തോളം കാലം ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ഗുണം അങ്ങനെ കുറിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വലിയൊരു സംഭവം. ഇത് നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അത് അവിടെ മുറിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഒരിക്കലും ഒരു സൽക്കർമ്മം ഒരാൾ ചെയ്യുമ്പോൾ തീരെ മുറിഞ്ഞു പോകുന്നില്ല. കാരണം അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. നമ്മളില്ലെങ്കിൽ പോലും നമ്മളെ പറയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളെ ഓർഗനൈസേഷനിൽ വരുന്ന 2 വ്യക്തിത്വങ്ങൾ, ഈ ഒരു വ്യക്തിത്വങ്ങൾ ഒരു പക്ഷേ ആവശ്യക്കാരല്ല, അത്യാവശ്യക്കാരായിരിക്കാം. ഇവർ നമ്മൾ കാരണം കൊണ്ട് ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മേഖലയിൽ എത്തി അവർ വലിയ വിജയത്തിലെത്തിയാൽ എന്നും അവരെ ഹൃദയത്തിനുള്ളിൽ നമ്മളുണ്ടാവും. മറക്കാം. നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാൽ പോലും നമ്മളെ ഉള്ളിൽ, അവരെ ഉള്ളിൽ എന്നും നമ്മൾ ജീവിച്ചെടുക്കുന്നതായിരിക്കും. കണ്ടില്ല നിങ്ങൾ മഹാത്മജിയൊക്കെ പറ്റിയിട്ട് എന്നും അദ്ദേഹം ജീവിച്ചിരിക്കില്ല എല്ലാവരും മനസ്സിൽ
ഇവിടെ ഈ സാധാരണ ദൈവം പറയുന്നതിന് വിപരീതമായിട്ട് ചെയ്യുന്ന ആളുകളില്ലേ, കൊലപാതകം ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കളവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന അവരും ജീവിക്കുന്നില്ല സന്തോഷമായിട്ട്, അവർക്ക് വല്ല പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ ദൈവം അത്രമോ ഈ ക്രൂര സ്വഭാവം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ദൈവം പെട്ടെന്ന് തന്നെ, ദൈവത്തിന് ഇപ്പൊ വല്ല പണിയുണ്ടോ ഒരാളെ ശിക്ഷ കൊടുക്കാൻ? ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ ആക്കിയാൽ പോരെ? അതൊന്നും കൂടെ നടക്കുന്ന, എത്ര ദുഷിച്ച ആളാണെങ്കിൽ പോലും അദ്ദേഹം സന്തോഷമായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ദൈവം കൃപയുള്ളവനാണെന്ന അർത്ഥം. അപ്പോ ഇവിടെ സാധാരണക്കാരനും അസാധാരണക്കാരനും അക്രമിക്കും അതുപോലെ അക്രമം നേരിടുന്നവനൊക്കെ പോറ്റി വളർത്തുന്ന ദൈവമുണ്ട്. അപ്പൊ മനുഷ്യൻ എപ്പോഴും മനുഷ്യനായി മുന്നേറാൻ ആ മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ആവണം. അതിലേക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ പറ്റുന്ന ഒരു മഹാസാമ്രാജ്യമാണ് നമ്മൾ ഈ ഒരു കമ്പനിയിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാശ് എത്രയോ അങ്ങേപ്പുറത്താണ്. ഒരാൾക്ക് ഒരു കവചപ്രാശം കൊടുത്തിട്ട് വേണം, അനിസാർ, പ്രിയപ്പെട്ട അനിസാർ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഒരു കവചപ്രാശം ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് വേണം ഇന്ന് എനിക്ക് 400 രൂപ നേടാൻ എന്നുള്ള ചിന്താഗതി നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കൂല മാത്രമല്ല, ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ആരാ പറയുന്നവരോ? നമ്മളൊക്കെ ബെന്നിസാർ, നമ്മൾ മെന്ററായ ബെന്നിസാർ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിത്വം. ഇത് ഞങ്ങൾ ഇവോൾവ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതായത് ഒരാൾക്ക് 400 രൂപ കിട്ടും എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി എൻ്റെ കയ്യിൽ ഈ ഏറ്റവും നല്ല ഉത്തമമായ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് ആ സഹോദരന് കൊടുത്തിട്ട് അവരാ പ്രയാസം മാറ്റാൻ എന്നെ ദൈവം നിയോഗിച്ചതാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് ഇറങ്ങിയിട്ട് വേണം നിങ്ങൾ ഇത് എത്തിക്കാൻ. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ എന്താ പറയാ, അതിൻ്റെ പവർ കൂടും. ആ ഒരു പ്രോഡക്റ്റിന് അസാധ്യ റിസൾട്ട് വരും. കാരണം നമ്മളെ മനസ്സിലുള്ളത് അദ്ദേഹത്തെ പറ്റിക്കാനോ എന്തെങ്കിലും സമ്പാദ്യം നേടാനോ എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു വ്യക്തി ഇത് കഴിച്ച് ഇതിന്റെ ഗുണം മനസ്സിലാക്കി മുന്നേറാൻ ആ വ്യക്തിയിലൂടെ വലിയൊരു സംഘം ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കണം എന്നുള്ള ചിന്താഗതി. അന്നേരം നമുക്ക് കിട്ടുന്ന ആ ഒരു കാശുണ്ടല്ലോ, അതിൽ വർധനവുണ്ടാവും. ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ ബർക്കത്ത് എന്നൊക്കെ പറയും, അത് നല്ലോണം കിട്ടും അതിൽ. ഇത് നമുക്ക് കിട്ടുന്ന കാശിലൊന്നും ഒരു വർദ്ധനൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഓൻ എന്തോ ആവട്ടെ നിന്റെ കീശ നിറണം എന്നുള്ള ചിന്ത വരുന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ ഇവിടെ സിസ്റ്റത്തിൽ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാളെ പറ്റിക്കാനോ ഒരാൾ കളവ് പറയാനോ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഇതിൽ നിന്ന് കിട്ടുന്ന എന്തും അത് സന്തോഷമായിരിക്കും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, പണത്തിന് തീരെ എന്തല്ല, ഈ ബിസിനസ്സിൽ പണത്തിലേറെ എത്രയോ മൂല്യവത്തായ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ ചിന്താഗതികൾ, നമ്മുടെ ചിന്താഗതികളൊക്കെ മാറും. ഒരു പെണ്ണും ഒരാണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നമ്മൾ എത്ര വലിയ മീറ്റിങ്ങിന് പോകണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു മേഡം ഈ ഭാഗത്ത്, ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആത്മാർത്ഥ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാം, അവിടെ എവിടുക്കാ പോയത്, എങ്ങോട്ടാ പോയത്, ഇത് മാത്രം നോക്കി നടക്കുന്ന ആളുകളുടെ നാട്ടില്. ഒരാൾ എന്ത് ചെയ്യുന്നു, അവരെങ്ങനെ പോകുന്നു, ആരാണ് എവിടുക്കാ പോകുന്നത് നോക്കി, ഇതിനൊന്നും നമ്മളെ സംബന്ധിച്ചോളം തീരെ സമയമില്ല. കാരണം നമ്മൾ നേരെ ബോർഡ് വെച്ചിട്ട് പോകുന്ന വ്യക്തികളാണ്. ഇത് മാത്രമാണ് ഇതിന് വേണം. അപ്പം ഇതിൽ നിന്ന് വളരുമ്പോൾ, ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സഹവസിച്ചിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ബിസിനസ് അവസരം എങ്ങനെ വിജയിപ്പിക്കാം, എങ്ങനെ നമുക്ക് എല്ലാം നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഏതൊരു സംഭവമായാലും അതിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് ഇങ്ങനെ നിന്നാൽ നമുക്ക് എന്തോ കാര്യങ്ങൾ ഉണ്ടാവും, വീട്ടിൽ ചിലപ്പോൾ കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ വീടുപണി ഉണ്ടാവും. ഇങ്ങനൊക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഇതിലേക്ക് മെനക്കെടാഞ്ഞാൽ നമ്മൾ അങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഒരു നല്ല ഇവന്റ്, നല്ലൊരു പ്രോഗ്രാം വരുമ്പോൾ അതിൽ പങ്കെടുക്കാഞ്ഞാൽ 6 മാസത്തെ വളർച്ച നമുക്ക് കുറഞ്ഞു പോകുന്നു പറയാറുണ്ട്. വളരെ സത്യമാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മീറ്റിങ്ങുകളും ഇതിലൊക്കെ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ വ്യക്തികൾക്കും കൊടുക്കാനും നമ്മളിൽ കൂടുതൽ നിറയാനും തുടങ്ങും. നിറയുമ്പോൾ പിന്നെ ഈ ഒരു ബിസിനസ് ആർക്കും ഒരു ഭാരമില്ലാത്ത വിധത്തില് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ ആള് നമ്മളെ മുന്നിൽ, ഈ പാമ്പ് പിടിക്കാൻ പോകുന്ന ആളെ കണ്ടില്ലെങ്കിൽ അവർ കാണാൻ 10 പാമ്പ് മടക്കി നിന്ന് കൊടുക്കും. നമ്മളെ നേരത്തെ ഇങ്ങനെ ചീറ്റി നിൽക്കുന്ന ആ ഒരു സാധനം ഈ പിടിക്കാൻ പോകുന്ന ആളെ ഉള്ളില്
ഈ സംഭവം ഉണ്ട്, ഇവൻ ഏറി വന്നാൽ എന്നെ കൊത്താൻ ശ്രമിക്കും, അവനെ തടുക്കാൻ കൊണ്ട് കഴിയുന്നുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്കുള്ളതുകൊണ്ടാണ് ആ ഒരു സർപ്പം എങ്ങനെ ശ്രമിച്ചിട്ടും അയാൾ എന്ന് രക്ഷപ്പെട്ട ആ സർപ്പം പിന്നെ അവസാനം ഒതുങ്ങുന്നു കണ്ടിട്ടില്ലെങ്കിൽ തല പത്തി താഴ്ത്തി കൊടുത്ത് പിടിക്കും അതിനെ. ഈ അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ ഉള്ളിലാണ് വേണ്ടത്. ഏത് ശത്രുവായിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർക്കണമെന്ന് ചിന്താഗതിക്കാരനായാലും ഇരുന്ന് അവരെ കാര്യങ്ങൾ കേട്ട് നമ്മളെ കാര്യങ്ങൾ പറയാം. വിജയിക്കണം, അവന്റെ മുന്നിൽ തർക്കിച്ച് ജയിക്കണം എന്നുള്ള ചിന്ത ഒക്കെ മാറ്റിയേക്കണം. നമ്മൾ ഒന്നും അറിയാത്തവനായിട്ട് അവന്റെ മുന്നിൽ പോയിരിക്കണം. എന്നിട്ട് അവൻ പറയുന്നതൊക്കെ കേൾക്കണം. എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ ശരിയാണ് അങ്ങനെ പറഞ്ഞ് അവന്റെ കാര്യങ്ങളൊക്കെ തീർന്ന് അവന്റെ ആ പറച്ചിൽ നിൽക്കുന്നത് വരെ ശ്രമിക്കണം. അപ്പൊ ക്ഷമയും വലിയ കാര്യം. ഇതൊക്കെ അങ്ങോട്ടായി വരുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണെന്നുള്ള ചിന്ത വരുമ്പോ ആദ്യത്തെ പ്രാവശ്യം ആ എന്താ പറയാ എതിർപ്പിന്റെ സ്വരം കുറച്ച് കുറയും. വീണ്ടും കാണുമ്പോൾ അങ്ങനെ വന്ന് ഒരു 3 or 4 പ്രാവശ്യം ഒരാളെ കാണുമ്പോൾ ഇനിയും ഇവനെ എങ്ങനെ തിരിച്ചു പറഞ്ഞേക്കാന്നുള്ള ഒരു പേസ്റ്റെങ്കിലും നമ്മളൊന്ന് ഉപയോഗിക്കാൻ വാങ്ങി അദ്ദേഹം ഇതിലൂടെ കയറി വന്നോളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തുന്നത് നമ്മൾ ഈ ഒരു കമ്മിന്റെ മാത്രം, അതായത് നമ്മളെ പഠിപ്പിച്ച ലീഡേഴ്സിലൂടെ നമ്മൾ കണ്ടു വളരുന്നതാണ്. അപ്പൊ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോ ഇതിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ നിന്ന് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ശോഭയോടത്തോട് പറഞ്ഞിരുന്നു 6:45 വരെ എനിക്ക് സമയം തന്നിട്ടുള്ളൂ. ഏതായാലും ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് വന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ സത്യം മാത്രം. ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സത്യം മാത്രമേ പറയാവൂ. എന്ത് വന്നാലും നമ്മളിൽ നിന്ന് ഒരു അണു പോലും കളവ് വരാൻ പാടില്ല. അതായത് പ്രോഡക്റ്റ് നല്ലതാണ്, 100% പ്രോഡക്റ്റ് ഇത് വല്ലാത്ത സംഭവമാണ്, ഇതൊന്നും പറയരുത്. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് ചില വ്യക്തികൾക്ക് ചെല്ലുമ്പോൾ, ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയില്ല, ചില വ്യക്തികൾ ഇത് കഴിച്ചാൽ എനിക്ക് വല്ലാത്ത. അപ്പൊ അവരോട് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് അത് ഒന്നുകിൽ നിർത്തിവെക്കാൻ പറയാ, അല്ലെങ്കിൽ അതിന് മറുമരുന്ന് കൊടുക്കുക. എന്താ അതിന് മറു ആയിട്ട് കൊടുക്കാനുള്ള എന്തെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ നമ്മൾ അത് തീരും എന്നൊക്കെ പറഞ്ഞ് ഇത് നെഗറ്റീവ് എങ്ങാനും ആരും ആഴിക്കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ അവർ നെഗറ്റീവ് ആകും. അപ്പം ഉള്ളതേ പറയാവൂ. എനിക്കറിയില്ല ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ എന്ന് അവരെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് അറിയുന്ന ആൾക്ക് വിളിച്ചു ചോദിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കച്ചവടം പോകില്ലേ എന്നുള്ള ചിന്ത ഉണ്ടായാൽ നമ്മൾ കച്ചവടക്കാർ മാത്രമായി മാറിപ്പോകും. നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തവരാണെന്ന് മനസ്സിലാക്കുക. ഒരു വലിയ ദൗത്യത്തിലാണ് നമ്മളുള്ളത്. ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നിങ്ങളെ മുന്നിലൂടെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ മുന്നിലൂടെ കുറെ വർഷങ്ങളായിട്ട് ഒരു വഴി നടക്കുന്ന ഒരു വഴിയുണ്ട്, നടവഴി. ആളുകൾ സത്യത്തിൽ നടക്കുന്ന ആളുകൾക്ക് അവിടെ രേഖകളൊന്നുമില്ല, പക്ഷെ അവർ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടുപോകുന്ന ഒരു വഴിയാണെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വഴി അടച്ചാൽ അവർ പ്രതികരിക്കും. അവർ നിങ്ങളെ മുന്നിൽ ഞങ്ങൾ നടക്കുന്ന വഴി അടച്ചു എന്നാ പറയാം. സത്യത്തിൽ അവരടുത്ത് രേഖ ഉണ്ടാവും, നമ്മളടുത്ത് എല്ലാ രേഖ ഉണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ രേഖകളൊക്കെ വളരെ ക്ലിയർ ആക്കി അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവർ കുറേശ്ശെ ഇങ്ങനെ മടക്കാൻ തുടങ്ങുക. ഇതുപോലെ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം എത്ര പറഞ്ഞാലും കേൾക്കാത്ത, വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അനുസരിച്ചുള്ള രൂപത്തിൽ നമ്മൾ ഇറങ്ങണം. ഫ്ലെക്സിബിൾ ആണെന്ന് പറയും, വെള്ളത്തിനെ പോലെ ആവണം എന്നൊക്കെ പറയും ലീഡേഴ്സ്. അതറിയാലോ. കാരണം ഒരു കോണുള്ള പാത്രത്തിലേക്കാണ് വെള്ളം പാരച്ചെങ്കിൽ ആ വെള്ളം നോക്കുമ്പോൾ കോണായിട്ടാണ് എടുക്കുക. റൗണ്ട് ബക്കറ്റിൽ പറഞ്ഞാൽ റൗണ്ടായിട്ട് കാണാൻ കഴിയും. എന്നാൽ നീളമുള്ള ഒരു പാത്രത്തിൽ പറഞ്ഞാൽ നീണ്ട വെള്ളം കിടക്കുക. ഏത് ലെവലായാലും ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇറങ്ങണം. എങ്കിൽ ഈ ബിസിനസ്സിലൂടെ ആർക്കും വിജയിക്കാൻ പറ്റും. അത്ര മാത്രമേ ഒരു ലീഡർക്ക് ചെയ്യാനുള്ളതുള്ളൂ, അത്ര മാത്രമേ ഒരു ലീഡർ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഞാൻ ചെന്നിട്ട് വേണം അവിടെ അങ്ങ് നടക്കുക. നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടി വലിയ സംഭവമായിട്ട് രാവിലെ പോകും, പക്ഷെ ഒരു രൂപക്ക് പോലും ഒന്നും നടക്കൂല. തീരെ വിശ്വസിക്കാത്ത ചില ആളുകളുണ്ടാവും. അവരിൽ നിന്നും നമ്മൾ തിരിച്ചു പോരുമ്പോൾ വീണ്ടും അവരെ കാണാനുള്ള ഒരു വഴി വെച്ചിട്ടേ പോരാവും. ഒരിക്കലും എനിക്ക് അത് വരട്ടെ, എനിക്ക് ശാപം കൊടുത്തിട്ടൊന്നും പോരരുത്. എന്താ പറയാ, എത്ര സ്വീകരിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് മനസ്സിലാകുന്ന, അയാളെ മനസ്സിൽ തട്ടുന്ന ഒരു വാക്ക് മറ്റൊടുന്നോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നോ കേൾക്കുന്ന ഒരു അവസരം ഉണ്ടാവും. അന്ന് ആ വ്യക്തിക്ക് നമുക്ക് കിട്ടും. ഇപ്പോ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു അനുഭവം ഉണ്ടായി. മിനിഞ്ഞാന്ന് മലപ്പുറത്ത് GTS കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ വന്നൊരു ലീഡ് പറഞ്ഞ്,
2017 ഐഡിയ അടിച്ച ഒരു ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇവര് 2017 ഐഡിയ അടിച്ചിട്ട് പാവപ്പെട്ട ഒരു പെണ്ണാണ്. ഇവര് ഈ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന ഒരു പണിയാണ് അവരെ ഭർത്താവ്. അപ്പൊ ഇവര് 2017 ഐഡിയ അടിച്ചതാണ്. അങ്ങനെ കുറച്ചു കാലമൊക്കെ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ടെലിഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 30,000 രൂപക്ക് ഈ സാധു സ്ത്രീയിൽ നിന്ന് കാശ് വാങ്ങി ലീഡേഴ്സ് അവിടെ എത്തിച്ചു കൊടുത്ത് അവർ മുങ്ങി. മിനിഞ്ഞാന്ന് ഞാൻ പോയപ്പോൾ 2025 കാലം, നമുക്കറിയാലോ, 17 മുതൽ 8 വർഷമായി. കപ്നിലുണ്ട്, യൂറിഫ്ലസ് ഉണ്ട്, അങ്ങനത്തെ കുറെ പ്രോഡക്റ്റുകൾ കളറ് മാറിയത്. ഇപ്പൊ നമ്മളെ ബോക്സിന്റെ വെയിൽ കൊണ്ടിട്ട് നിന്നിട്ട് കളറ് മാറിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് നിങ്ങൾ കഴിക്കാന്ന് ചോദിച്ചു. ഇത് എങ്ങനെ കഴിക്കണം എന്ന് പോലും എനിക്കറിയില്ല സാർ, അന്ന് അവർ കൊണ്ടുവന്ന് വെച്ചാണ്. എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഈ 30,000 രൂപക്ക് ആ ഒരു ലീഡർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ വരുമാനം കിട്ടിയിട്ടുണ്ടാവും, അതിന് അങ്ങോട്ട് മേൽപോട്ട്. പക്ഷെ ഈ സ്ത്രീ പറയാണ് ഇത് ഒരു ഉറുപ്പ്യ പോലും കിട്ടിയിട്ടില്ല. 30,000 രൂപക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും അവർക്ക് കാശ് കിട്ടും, അവരെ ശരിക്കും രേഖ ക്ലിയർ ആക്കി കൊടുത്താൽ. പക്ഷെ ഈ വ്യക്തികള് അവിടെ കൊണ്ടുവന്ന് വെച്ച്, പക്ഷെ ഈ സ്ത്രീ എന്ത് ചെയ്തു? അവര് ഇറങ്ങി ഇത് കൊണ്ട് നടന്ന് അവസാനം നല്ല കച്ചവടം, 17,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വിറ്റു എന്നാ പറഞ്ഞു. ബാക്കി വിൽക്കാൻ കഴിയാതെ എക്സ്പയർ ആയി പോയി. കുറെ ഞങ്ങൾ കുടിച്ചിട്ടും പിന്നെ ഇത് എങ്ങനെ കുടിക്കാന്നൊന്നും അറിയാത്തതുകൊണ്ട് എക്സ്പയർ ആയി പറഞ്ഞു. അങ്ങനെ എന്റെ സുഹൃത്ത് എന്നോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ ഒന്ന് പോയി കാണണം. അപ്പൊ സുഹൃത്ത് പറയണം ആ ഏരിയയിലേക്ക് അടുക്കാൻ കഴിയില്ല, ഈ കളറ് കാണുമ്പോത്തിന് അവർ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് നിങ്ങൾ വരെ ചെയ്യരുത്, ഞാൻ കണ്ടവരെ എന്റെ ഭർത്താവ് കണ്ട നിങ്ങൾ ഇവിടുന്ന് ആട്ടി പറഞ്ഞേക്കുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഈ സുഹൃത്തും എന്റെ അനിയനും കൂടി മിനിഞ്ഞാന്ന് ആൾ കാണാൻ പോയി. ഈ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോ അവിടെ നായ ഉണ്ട്. നായ വല്ലാതെ കുരക്കുന്നു. ഞാൻ ചോദിച്ചു നായ കടിക്കൊന്നുമില്ല. ഈ അമ്മ പറഞ്ഞത് നിങ്ങൾ ദയവ് ചെയ്ത് വേഗം പോകണം, ഏകദേശം ഇരുട്ടായി വരുന്നുണ്ട് സമയം, എന്റെ ഭർത്താവ് വരുമ്പോഴേക്കും നിങ്ങൾ വേഗം പോകണം, കാരണം അവര് ഒരിക്കലും സമ്മതിക്കൂല. ഞാൻ അത് കേൾക്കാനെങ്കിലും മനസ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്തിട്ട് ഭർത്താവ് ഇങ്ങനെ കയറിയായിരുന്നു. എങ്ങനെ ഉണ്ടാവും? കയറി വന്നപ്പോ ഈ ഉണ്ണി എന്ന അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണി എനിക്കറിയുന്ന വ്യക്തിയാണ്. ഭർത്താവ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അത് ഞാൻ കൈ പിടിച്ചിട്ടോ ഇത് നമ്മളെ ആളാണല്ലോ എന്നൊന്ന് കൂട്ടിപ്പിടിച്ച്, അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ പത്തി പറ്റ പോയി. അദ്ദേഹം കയറി ഇരിക്കാൻ പറഞ്ഞു. കയറി ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറി ഇരിക്കാൻ സമയമില്ല, വൈകിട്ടുണ്ട്. ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാല് ഒരു 5-8 വർഷം മുമ്പ് നിങ്ങൾ ആരോ പറ്റിക്കപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ ബിസിനസ്സിലാണെന്ന് കേട്ടപ്പോൾ സങ്കടം. ഞാൻ പറഞ്ഞതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് സിസ്റ്റത്തിലൂടെ എല്ലാം വ്യക്തികൾ ചെയ്തിട്ടുള്ള. ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയും പ്രോഡക്റ്റ് തന്നിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയ വ്യക്തികളാണ് തീർത്തും ഇതിന്റെ തെറ്റുകാർ. അതല്ല അകത്ത് പോയിട്ട് ഈ പ്രോഡക്റ്റ് ഒന്നായിട്ട് കൊടുന്ന് ഈ ചേറ്റുമണിമിൽ വെച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ. അപ്പൊ നോക്കുമ്പോ ആ കുപ്പിയില് അതിന്റെ ഉള്ളിലുള്ള ബോട്ടില് ഈ ബോക്സിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു സങ്കടം. നമ്മളെ പ്രോഡക്റ്റ് അല്ല അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് വല്ലാത്തൊരു സങ്കടമായപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ വ്യക്തി അകത്തിരുത്തി കസാരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് ഇതിൽ വിശ്വാസം ഇല്ലാതായി പോയി കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു 10 പേസ്റ്റ് ഞാൻ എന്റെ പേര് കൊണ്ടുവന്നുതരാം. എന്നിട്ട് നിങ്ങൾ ഒരു പേസ്റ്റ് റീറ്റെയിൽ ചെയ്യുമ്പോൾ 51 രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾ എടുക്കുക. 143 രൂപ നിങ്ങളെ വേറൊരു പെട്ടിയിൽ വെക്കുക. അങ്ങനെ ഈ 10 പേസ്റ്റ് നിങ്ങൾ. അപ്പൊ അവർ പറയുകയാണ് പേസ്റ്റ് ഞാൻ നല്ലോണം വിറ്റിരുന്നു, എനിക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, കോഴിക്കോട് പോയിട്ട് ഞാൻ പേസ്റ്റ് കൊടുത്ത് വിറ്റിട്ടുണ്ട് സാറേ. പക്ഷെ ഈ ലീഡേഴ്സിന്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഇല്ലാതെ പിന്നെ കൊറോണ വന്നപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ വിശ്വാസം പോയി എന്ന് പറഞ്ഞു. 100% വിശ്വാസം കൊടുത്ത് ഇന്നലെ 10 പേസ്റ്റ് എത്തിച്ചു കൊടുത്ത് ഐഡിയ അടിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളായി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യാനുള്ളത്. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും അവരെങ്ങോട്ട് കൂട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്താഗതി നമ്മളിൽ ഉണ്ടായാല് ആരും നമ്മളെ കൂടെ വരും. അപ്പോ ഇത് എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു മരുന്നുണ്ട്, ഇത് ഇത്രക്ക് മാറും ഇത്രക്ക്, അതൊന്നും നിങ്ങൾ പറയരുത്. എത്ര പോലെ ലീഡർ ആയാലും നമ്മൾ വളരെ വിനയത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു വ്യക്തിയുടെ ചെല്ലുമ്പോൾ ആ വ്യക്തി നമ്മൾ കേൾക്കാനും അനുസരിക്കാനും നിർബന്ധിതനാവും. മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ അതിന് നമ്മളാണ് ആകേണ്ടത്, നമ്മളിലാണ് അത് വേണ്ടത്. എപ്പോ ചെല്ലുമ്പോൾ ഓരോ വീട്ടമ്മമാരും ഓരോ ലീഡേഴ്സും ചിന്തിക്കുക ഞാൻ ഇങ്ങോട്ട് പോയിട്ട് എനിക്ക് ബിസിനസ് കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞാലും കേൾക്കുന്നില്ല. അത് നമ്മളെ കുറവായിട്ട് തന്നെ കാണാം. എന്താണ് എനിക്ക് കിട്ടാത്തത് എന്ന് കിട്ടുന്ന ആളുകളെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഇന്നാലും ഒരു സ്വിച്ച് ഉണ്ട്, അത് നിങ്ങൾ ഓഫ് ആക്കണം.
ഇന്നാലൊരു സ്വിച്ച് ഉണ്ട് അതങ്ങനെ ഇട്ടിട്ട് പോകണം എന്നൊക്കെ ശരിക്കും പറയണം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കും, ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ ഏതൊരു വ്യക്തി ഇത് സ്വീകരിക്കും. ഒരു പക്ഷേ അദ്ദേഹം സ്ലോ ആയിരിക്കാം, ചില ആളുകൾ വളരെ ഫാസ്റ്റ് ആയിരിക്കാം. ഇതൊക്കെ അവരവർക്ക് അനുസരിച്ചുള്ള കയറി വരും. നമ്മൾ അവിടെ ഒന്നും നിൽക്കേണ്ട, നമ്മളെ കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഇത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട് സന്ദേശമായിട്ട് പറയാനുള്ളത്. ശോഭ മേഡം പറഞ്ഞ സമയമായിട്ടുണ്ട്, 5 മിനിറ്റ് വൈകിയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുട്ടികൾ ശബ്ദം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ മക്കൾ ശബ്ദം ഉണ്ടാക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ വന്ന വ്യക്തിത്വങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സന്തോഷമായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പകർത്തുക. ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ ഒരുമിച്ച് നിന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എല്ലാവർക്കും വലിയ വിജയം നേരാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മളെ അസ്മത്ത് വേണം, അവരാണ് MC ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നെ ഈ ഒരു അവസരത്തിൽ ക്ഷണിച്ച ശോഭ മേഡം, അതുപോലെ തന്നെ ഇതില് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനന്തൻ സാർ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഇടയ്ക്കെടുക്കുന്നു, അനന്തൻ സാർക്ക് ഇടയ്ക്കെടുക്കൊരു വിളിയാ, സാറെ ശബ്ദം കേൾക്കാൻ വിളിച്ചതെന്ന് പറയും. അതുപോലെ തന്നെ ഷംന മേഡം, ഇവരൊക്കെ സ്വന്തം കൂടപ്പിറപ്പ് പോലെയുള്ള വ്യക്തികളാണ്. എന്നെ അറിയായിരിക്കും, നമ്മൾ അങ്ങോട്ട് അറിയുന്നുള്ളൂ. ഇതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. എവിടെ നിന്ന് കണ്ടാലും അത് ചെറൂരല്ലേ അല്ലെങ്കിൽ അത് ആളല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നത് ഈ ഒരു സംരംഭത്തിലൂടെയാണ് മനസ്സിലാക്കുക. അത്രയും നിലവാരമുള്ളതിനാണ് എത്തിപ്പെട്ടിട്ടുള്ളതെന്നും കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അധികം ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ ഒരു മീറ്റിംഗ് ഇവിടെ തന്ന ശോഭ മേഡത്തിനും നിങ്ങൾ എന്നെ ശ്രമിച്ച നിങ്ങൾക്കൊക്കെ നന്ദിയും കടപ്പാടും അതുപോലെ വിജയം ആശംസിക്കുന്നു. ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്.